അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 9ാമത്തെ പാഠം അസ്സൗമുലി, നോമ്പ് അതെനിക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നോമ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോമ്പിൻ്റെ സുന്നത്തുകൾ, നോമ്പിൻ്റെ ഫർളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പാഠം വായിക്കാം. ഞാൻ ഈ റമദാനിലെ ഒരു നോമ്പും ഒഴിവാക്കുകയില്ല. റമദാനിൻ്റെ മഹത്വം ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. സിനാൻ ഉമ്മയോട് പറഞ്ഞു. സിനാൻ പറഞ്ഞതാണ്, ഞാൻ നോമ്പ് ഒഴിവാക്കൂല. റമദാനിൻ്റെ മഹത്വം ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നോമ്പ് ഒഴിവാക്കൂല എന്ന്. ഉമ്മ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ നോമ്പും പിടിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതൊക്കെയാണ് ഉസ്താദ് പറഞ്ഞ പ്രതിഫലങ്ങൾ? ഏതൊക്കെ പ്രതിഫലങ്ങളാണ് ഉസ്താദ് പറഞ്ഞത്? നോമ്പിനെ കുറിച്ച് ഉസ്താദ് എന്തൊക്കെ പറഞ്ഞെന്ന്, എന്തൊക്കെ മഹത്വങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്? ഉമ്മ ചോദിച്ചു. അപ്പോൾ സിനാൻ പറയാണ്, സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. റമദാനിൽ, നോമ്പിൻ്റെ കാലത്ത്, റമദാൻ കാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്താൽ 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. നോമ്പ് അനുഷ്ഠിച്ചവനെ അന്ത്യനാളിൽ റമദാൻ ശുപാർശ ചെയ്യും. നോമ്പ് റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ റമദാൻ അവൻക്ക് എന്ത് ചെയ്യും? അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. അതുപോലെ ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അള്ളാഹു അകറ്റും. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരത്തേക്ക് അള്ളാഹു അകറ്റും. അപ്പോൾ ഒരു നോമ്പ് നോറ്റാനുള്ള പ്രതിഫലം എന്താ? ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അള്ളാഹു അകറ്റും. ഉമ്മ ശരി. ഈ പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പനുഷ്ഠിക്കണം. ഈ പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഫർളുകളും സുന്നത്തുകളൊക്കെ എന്ത് ചെയ്യണം? അനുഷ്ഠിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? ഈ പ്രതിഫലം ലഭിക്കുള്ളൂ. അപ്പോൾ സിനാന് ഏതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണ്? അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക. തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞാൽ വായ വെട്ടു, മൂക്ക് വെട്ടു, ചെവി വെട്ടു, അങ്ങനെയുള്ള ഈ ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തു എന്ത് ചെയ്യുക? ഉള്ളിലേക്ക് പോവുക. രണ്ടാമത്തെ എന്താ? ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഉണ്ടയാക്കി ഛർദ്ദിക്കല്ല, പിന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഛർദ്ദിക്കാനില്ല, അവനെന്ത് ചെയ്യുക? സ്വന്തമായിട്ട് അവൻ പരിശ്രമിച്ച് കാണും എന്ത് ചെയ്യുക? ഛർദ്ദിക്കുക. അങ്ങനെ ഉണ്ടാക്കി ഛർദ്ദിക്കുക മുതലായവ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളെ കൊണ്ട് ദ്വാരങ്ങളിൽ, തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ വല്ലത് ഉള്ളിലേക്ക് പോയാലും നോമ്പ് മുറിയും. അതുപോലെ തന്നെ ഉണ്ടാക്കി ഛർദ്ദിച്ചാലും എന്ത് ചെയ്യും? നോമ്പ് മുറിയും. സിനാന് ഏതൊക്കെയാണ് നോമ്പിൻ്റെ ഫർളുകൾ? അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനസ്സിലായി. ഇനി നോമ്പിൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഉമ്മ എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? രാത്രി നിയ്യത്ത് ചെയ്യണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ. ഇവയാണ് നോമ്പിൻ്റെ ഫർള്. ഒന്ന് നിയ്യത്ത് ചെയ്യുക, എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുക, ഒഴിവാക്കണം. ഇത് നോമ്പിൻ്റെ ഫർളാണ്. 2 ഫർളുകളും പറഞ്ഞു. സിനാന് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നോമ്പിൻ്റെ നിയ്യത്ത് ഇപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഫർളായ അദാആയ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് ഞാൻ നോൽക്കാൻ കരുതി. ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഫർളായ അദാആയ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് ഞാൻ നോൽക്കാൻ കരുതി എന്നെന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക. സിനാന് ഏതൊക്കെയാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ? നോമ്പിൻ്റെ സുന്നത്ത് പാലിക്കണം, ഫർള് പാലിക്കണം, പിന്നെന്തോ ഒഴിവാക്കണം? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫർളും കിട്ടി, നോമ്പ് മുറിയുന്ന കാര്യങ്ങളും കിട്ടി. ഇനി ഏതാ നോമ്പിൻ്റെ സുന്നത്തുകൾ? ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കുക. വെറുതെ അങ്ങനെ ഇരുന്ന് ചിലക്കണ സ്വഭാവം ഉണ്ടല്ലോ, അതല്ലെങ്കിലും വേണ്ട, റമദാനിൽ പ്രത്യേകിച്ച് വേണ്ട. കളികളും ഒഴിവാക്കുക. കളിയൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മാറ്റി വെക്കുക. റമദാനിൽ ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കുക. റമദാനിൽ എന്തൊക്കെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഇഅ്തികാഫ് നിർവഹിക്കൽ. പള്ളിയിൽ ചെന്നാലാണ് ഇഅ്തികാഫ് ചെയ്യാൻ കഴിയുക. നവൈതു സൗമ ഗദിൻ
നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ താമസിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുക. ആ ഇഅ്തികാഫ് എന്ത് ചെയ്യുക, നിർവഹിക്കുക. പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കുക. പകൽ സമയത്ത് എന്ത് ചെയ്യുക, സുഗന്ധം അടിക്കാതെ സ്പ്രേ അടയാണെങ്കിലും അത്തറാണെങ്കിലും സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ വാസനിക്കുന്ന മറ്റു വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക. സമയമായാൽ ഉടനെ എന്ത് ചെയ്യണം, നോമ്പ് തുറക്കണം. ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ച് നോമ്പ് തുറക്കൽ. ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നോമ്പ് തുറക്കുക. ഒന്നുകിൽ ഈത്തപ്പഴം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെള്ളം. ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ്. നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله എന്ന ദിക്ർ ചൊല്ലൽ തുടങ്ങിയവ സുന്നത്തുകൾ ചിലതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അനാവശ്യ സംസാരങ്ങളും കളിവുകളും ഒഴിവാക്കുക മുതൽ ഈ അവസാനം വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, നോമ്പിൻ്റെ ചില സുന്നത്തുകളാണ്. നോമ്പ് തുറക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ഈ അദബുകളെല്ലാം ഞാൻ പാലിക്കും. സിനാന് പറഞ്ഞു, സൂമു തത്തക്കൂ, നോമ്പെടുക്കൂ ഭക്തരാകൂ, നോമ്പെടുക്കൂ ഭക്തരാകൂ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1. നസിൽ ചേരുമ്പടി ചേർക്കുക. അതിൽ അലിഫ് ബാ 2 ഉണ്ട്. അലിഫ് റമളാനിലെ സൽക്കർമ്മങ്ങൾക്ക് എന്താ ലഭിക്കുക? 3 അതിനോട് ചോദിച്ചത്. 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തെ എന്താ? റമളാനിലെ നോമ്പ് നോറ്റവന്. ആൻസർ 1. റമളാൻ ശുപാർശ ചെയ്യും. ഒരു ദിവസത്തെ നോമ്പ് നോറ്റവന്. ആൻസർ 2. നരകത്തിൽ നിന്ന് 70 വർഷം അകലെയാകും. ഇനി അതിൽ ബാ, നോമ്പിൻ്റെ ഫർള്. നോമ്പിൻ്റെ ഫർള് ഏതാണ്? 2. എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്യലാണ്. നോമ്പിൻ്റെ സുന്നത്ത് ഏതാ ഇപ്പോൾ ഈ പറഞ്ഞതിൽ? ആൻസർ 3. ദിക്ർ വർദ്ധിപ്പിക്കലാണ്. നോമ്പ് മുറിയുന്ന കാര്യം ഏതാണ്? 1. ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നതാണ്. ഇനി 2. നുജീബ് ഉത്തരം എഴുതാനാണ്. 1. നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? ആൻസർ എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ. 2. നോമ്പ് മുറിയുന്ന 2 കാര്യങ്ങൾ എഴുതുക. ആൻസർ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. 3. റമളാൻ നോമ്പിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ആൻസർ നവൈത്തു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ഇല്ലാഹി തആല. 4. നോമ്പ് തുറന്ന ഉടനെ എന്ത് ചെയ്യണം? നോമ്പ് തുറന്ന ഉടനെ എന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ദഹബ അൽ-ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത എന്താ കൊടുത്തിട്ടുള്ളത്? തഖ്സീസാണ്. എന്താ തഖ്സീസ്? റമളാനിലെ വിശേഷങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം എഴുതുക. ചെറിയ രൂപത്തിലൂടെ കൊടുത്തിട്ടുള്ള റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. നോമ്പ് അനുഷ്ഠിച്ചവനെ അന്ത്യനാളിൽ റമളാൻ ശുപാർശ ചെയ്യും. ഒരു നോമ്പ് നോറ്റവന് നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അള്ളാഹു അകറ്റും. റമളാനിൽ അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കണം. ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ഇഅ്തികാഫ് എന്നിവ വർദ്ധിപ്പിക്കണം. ഇനി 4. നക്തുബ് എഴുതാനുള്ളതാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് എഴുതാനുള്ളത്. പ്രതിഫലം, പിന്നെ നിബന്ധന, ശുപാർശ, ദാനധർമ്മം, അതൊക്കെ എന്ത് ചെയ്യുക? അതേപോലെ കൃത്യമായിട്ട് അക്ഷരങ്ങളും ഹർക്കത്തുകളൊന്നും തെറ്റാതെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? തൊട്ടടുത്ത വരിയിലേക്ക് എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല വരുന്ന റമളാൻ മാസം അതിനെ അർഹിക്കുന്ന രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ തദ്രീബാത്തോടുകൂടെ നമ്മളെ പാഠത്തിലെ ഫിഖ്ഹുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ തദ്രീബാത്തുകളും പാഠവായനൊക്കെ അവസാനിക്കുകയാണ്. എല്ലാ പാഠങ്ങളും കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളെ ഉസ്താദുമാർക്കും നമ്മളോട് ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.